ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ ഫ്രോഗാണ്. ഒരു ഷീറ്റ് സ്ക്വയറായി കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പീസാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കാം. രണ്ട് സൈഡും അതേപോലെ മടക്കേണ്ടതാണ്. അങ്ങനെ ഇതേപോലെ രണ്ട് വശങ്ങളും മടക്കി കറക്റ്റായിട്ട് മടക്കണം. എന്നിട്ട് കറക്റ്റായി മടക്കിയതിന് ശേഷം തുറക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മടക്കുക. ഈ മടക്കിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. രണ്ട് സൈഡ്സും അകത്തേക്കാക്കിയിട്ട് മുകളിലത്തെ വശം പ്രസ് ചെയ്യുക. ഇതുപോലെ രണ്ട് സൈഡ്സും ചെയ്യണം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനത് വീഡിയോയിൽ എടുത്തിട്ടില്ല, അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് അതേപോലെ തന്നെ ചെയ്യണം. ഇനി വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ട്രയാങ്കിളിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും ടോപ്പിലേക്കാക്കി മടക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഒന്നും കൂടെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ മടക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും മടക്കുക. ഓരോ പ്രാവശ്യം നന്നായിട്ട് പ്രസ് ചെയ്യണം. പിന്നെ നന്നായിട്ട് ഇത് മടക്കുകയും വേണം. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇത് തിരിച്ചു വെച്ചിട്ട് അടിഭാഗം മുകളിലേക്കാക്കുക. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ സൈഡും മടക്കുക. മടക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് ടൈറ്റാക്കി മടക്കണം. മടക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് മടക്കിയില്ലെങ്കിൽ ഫ്രോഗ് മര്യാദക്ക് ജമ്പ് ചെയ്യൂല. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയ ഭാഗം അകത്തേക്ക് കയറ്റുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും അതേപോലെ തന്നെ ചെയ്യുക. മടക്ക് കറക്റ്റായിട്ട് മടക്കിയിട്ട് അഴിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മടക്കാൻ. ഇനി നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ മടക്കേണ്ടതാണ്. എൻ്റെ ഫ്രോഗിനൊരു കുഴപ്പം പറ്റിയിരുന്നു. എൻ്റെ ഫ്രോഗ് മര്യാദക്ക് ജമ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇത്തിരിയും കൂടെ നന്നായിട്ട് മടക്കിയാൽ നന്നായിട്ട് ജമ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.